ഹലോ! നമ്മളൊരു വീഡിയോ വന്നിട്ട് തന്നെ കുറേ നാളായില്ലേ. അപ്പോൾ ഇന്നെന്തായാലും വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. കുറച്ച് നാളായിട്ട് ഹെൽത്ത് ഇഷ്യൂസ് എന്നെ നന്നായിട്ട് പിടികൂടിയ കാരണം എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനും ഒന്നിനും ഒരു ടൈം കിട്ടുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നെന്തായാലും ഇടാമെന്ന് തോന്നി. അപ്പോൾ ഇത് കഴിഞ്ഞ ഷോർട്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ബർത്ത്ഡേ വ്ളോഗാണ്. എൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ദിവസം നടത്തിയാണ്. മെയ് 1 ഈ വീഡിയോ ഷൂട്ട് ചെയ്തത്. അന്ന് അവളുടെ ബർത്ത്ഡേ ആയിരുന്നു. സർപ്രൈസ് ബർത്ത്ഡേ പാർട്ടി ആണല്ലോ നടക്കുന്നത്, അതുകൊണ്ട് തന്നെ സർപ്രൈസായിട്ട് വെക്കണം. അതുകൊണ്ട് തന്നെ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ കേക്ക് വാങ്ങി ബസ്സിൽ കയറി കേക്കൊക്കെ ഒളിപ്പിച്ച് വെക്കുകയായിരുന്നു. ഞങ്ങളുടെ ആ കൂടെ ഒരു അൾട്ടിമേറ്റ് എയിമെന്ന് പറഞ്ഞാൽ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. അവൾ ബീച്ചിലെത്തുന്നവരെ അവൾ ഈ സത്യം തിരിച്ചറിയരുത്. അതായത് ഞങ്ങളൊരു സർപ്രൈസ് കൊടുക്കാൻ പോവുകയാണെന്ന്. പക്ഷെ അത് സക്സസ്ഫുള്ളി പാസ്സായി. ഈ മെയിൻ കാര്യമുണ്ട്, അതായത് ഒരു കള്ളത്തരം ഒളിപ്പിക്കാൻ എന്ത് പാടാണെന്ന് ഞങ്ങൾ അന്ന് മാത്രമാണ് തിരിച്ചറിഞ്ഞത്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ബർത്ത്ഡേ താരം, അതായത് അപർണ, ഞങ്ങളുടെ ആപ്സ്. ഇനി അങ്ങോട്ട് സെലിബ്രേഷൻ്റെ ഒരു പീക്ക് ലെവൽ എന്നൊന്നും പറയില്ല, വളരെ സാധാരണ ലെവൽ കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആപ്സ് കേക്ക് മുറിക്കുന്നു, എല്ലാവരുടെയും വായിൽ വെച്ച് കൊടുക്കുന്നു. അങ്ങനെ ഒരു സന്തോഷ നിമിഷമാണ് സുഹൃത്തുക്കളെ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനും അവൾക്ക് വെച്ച് കൊടുത്തു. അതിൻ്റെ ഇടയിലാണ് ഒരു സംഭവം നടന്നത്. വേറൊരാൾ അതിൻ്റെ ഇടയിൽ കയറി വന്ന് ബാക്കി കേക്കും കൂടെ കഴിച്ചുകൊണ്ട് പോയി. പരിഭവമൊന്നും ഇല്ല അതിൽ. അടുത്തതായിട്ട് ആപ്സിനെ കുറിച്ച് ബർത്ത്ഡേ റിലേറ്റഡ് ആയിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ബീച്ച് സൈഡിലൊക്കെ ചെന്നിട്ട് എടുത്തു കൊടുത്തിട്ടതിന് ശേഷമാണ് നമ്മുടെ ശരിക്കുമുള്ള ഒരു സർപ്രൈസ്, അതായത് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നില്ലേ, ആ ഒരു ചടങ്ങാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ കുട്ടി എന്ന് പറഞ്ഞാൽ അവൾ ഇയറിങ്സ് ആണ് വാങ്ങിച്ചു കൊടുത്തത്. വളരെ നൈസായിട്ടുള്ള ഇയറിങ്സ്. പക്ഷേ ആദ്യത്തെ ഒരു ക്രാഫ്റ്റ് വർക്കൊക്കെ കൊണ്ട് കവർ ചെയ്തത് കാരണം ഇച്ചിരി തുറക്കാനൊക്കെ പ്രയാസം ഉണ്ടായിരുന്നാലും കുഴപ്പമില്ല, തുറന്നെടുത്തു. അപ്പോൾ സെറ്റ് ഇയറിങ്സ് ആയിരുന്നു. ഇയറിങ്സ് ഇട്ടാലാകോ? ഇല്ല. അപ്പോൾ അതിട്ടിട്ട് ഒരു ഫോട്ടോയും വീഡിയോയ്ക്കൊക്കെ ഒരു പോസ് അതൊക്കെ കൊടുക്കാമല്ലോ. ഹൈവ കൊള്ള. ഓക്കെ, നെക്സ്റ്റ് ചെസ്റ്റ് നമ്പർ 2 ഓൺ സ്റ്റേജ് എന്ന് പറയും പോലെ അടുത്ത കഴിവുള്ള കുട്ടിയുടെ വരവായിരുന്നു. അപ്പോൾ അവളൊരു നല്ല ക്രാഫ്റ്റ് വർക്കാണ് ചെയ്തുകൊണ്ടിരുന്നത്, ഒരു വാൾ ഹാങ്ങിങ്. അപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ടൊരു കളർ ഫോർമാറ്റ് തന്നെയാണ് അവൾ ചെയ്ത് കൊണ്ടുവന്നത്. അടുത്തതാണ് ഇനി എൻ്റെ ഊഴം. അവൾക്ക് ഞാൻ എൻ്റെ സവാഡിക്കയൊക്കെ പറഞ്ഞ് ഞെട്ടിച്ച ശേഷം അവളെ സർപ്രൈസിലേക്ക് ക്ഷണിക്കുകയായിരുന്നു ഞാൻ. ഇത് മെമ്മറി ബുക്ക് പോലത്തെ ഒരു ബുക്കാണ്. അപ്പോൾ ബുക്ക് പോലെ ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പോൾ അത് ഞാൻ പോളറോയിഡ്സ് വെച്ചിട്ട് ഈ കീ ചെയിൻ പോലെ ക്രിയേറ്റ് ചെയ്ത് ഇടുന്ന ഒരു ഷേപ്പിലുള്ള ഡിസൈനൊക്കെയാണ് ആലോചിച്ചത്. പോളറോയിഡ്സ് കിട്ടാനുള്ള ഒരു ഡിലേ കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ അടുത്ത സ്റ്റുഡിയോയിൽ പോയിട്ട് ഇങ്ങനത്തെ ഫോട്ടോസാക്കി എടുത്തു. അപ്പോൾ ഇങ്ങനത്തെ ഫോട്ടോസ് എടുത്തപ്പോഴത്തേക്ക് എനിക്കിഷ്ടമായി. പോളറോയിഡ്സിനെക്കാട്ടി കുറച്ചുകൂടെ ഭംഗിയുള്ളതായിട്ടും ഭയങ്കര ലാർജായിട്ടും തോന്നി. അപ്പോൾ ഇത് കാണുമ്പോൾ ഒരു ഇമ്പാക്റ്റ് ആവുമെന്ന് തോന്നി. പിന്നെ കമ്മിങ് ടു ദ റിയാക്ഷൻ പോയിന്റ്, ഞങ്ങൾ വിചാരിച്ച പോലെയല്ല അവൾ റിയാക്റ്റ് ചെയ്തത്. ഇമോഷണലിൽ നിന്ന് വളരെ രസമുള്ള ഒരു ചിരിയിലേക്ക്. ആ ചിരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് ഈ സോങ് ഡെഡിക്കേറ്റ് ചെയ്യുന്ന രീതി വരെ ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സോങ് കേട്ടിട്ട് അവൾ ചിരിച്ചാണ്. അടുത്തത് എന്ന് പറഞ്ഞാൽ ഇതാണ് ശരിക്കുമുള്ള സർപ്രൈസ്. ഇത് എന്ന് പറഞ്ഞാൽ അവളുടെ ഒരു കോമഡി ആയിട്ടുള്ള ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് അതിനുശേഷം ഇതിൻ്റെ QR കോഡ് എടുത്ത് പ്രിൻറ്റ് ചെയ്ത് നമ്മൾ ബുക്കിൽ സ്റ്റിക്ക് ചെയ്യായിരുന്നു. വീഡിയോയുടെ തീം മറ്റൊന്നുമല്ല, മറ്റേ ക്യാറ്റിൻ്റെ വീഡിയോ ഉണ്ടല്ലോ, എല്ലാവർക്കും അറിയായിരിക്കും, അതിൻ്റെ തന്നെ ഒരു വേർഷൻ ഇറക്കി. കുറച്ച് നേരം അവൾ സ്തംഭിച്ച് നിൽക്കുകയായിരുന്നു ആ വീഡിയോ കണ്ടതിന് ശേഷം. ഇനി നമ്മുടെ മെമ്മറി ബുക്കിലേക്ക് പോയാൽ ഫസ്റ്റത്തെ പേജ് എന്ന് പറയുന്നത് ആപ്സിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഓപ്പൺ ചെയ്യുന്ന പേജിൻ്റെ സൈഡിൽ തന്നെ കുറച്ച് ജേർണൽസ് അവൾക്ക് വേണ്ടിയിട്ടുള്ളത് സ്റ്റിക്ക് ചെയ്ത് വെച്ചു. അതിന് ശേഷം ഞങ്ങൾ ഓരോ ഫ്രണ്ട്സിൻ്റെ കൂടെ അവൾ നിൽക്കുന്ന ഫോട്ടോസാണ് സ്റ്റിക്ക് ചെയ്ത് വെച്ചത്. എൻ്റെ കൂടെ ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ, നമുക്ക് ബർത്ത്ഡേ വിഷും പിന്നെ സോങ് ഡെഡിക്കേഷൻ അങ്ങനെ എല്ലാം ആ ഒരു സൈഡിൽ ആഡ് ചെയ്തു. അതിനുശേഷം ലാസ്റ്റ് ആൻഡ് ഫൈനൽ പേജ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് കാണാൻ നല്ല ഭംഗിയുള്ളതായിട്ട് എനിക്ക് തോന്നി. എനിക്ക് മാത്രമല്ല എല്ലാവർക്കും തോന്നി, കാരണം ഞങ്ങളുടെ കുടുംബ ചിത്രമാണത്. ഇത് നമ്മുടെ സ്കാനിങ്ങിൻ്റെ ആ പേജില്ലേ, ആ പേജ് അത് തന്നെ, അത്രേ ഉള്ളൂ. അപ്പോൾ അവളും സവാഡിക്ക പറഞ്ഞു. അപ്പോൾ ശുഭദിനം. കാര്യം സർപ്രൈസ് ബർത്ത്ഡേ പാർട്ടിയൊക്കെ ആണെങ്കിലും ഈ ബീച്ചിലൊക്കെ വന്ന് ചില്ല് ചെയ്യാതെ വിടാൻ പറ്റുമോ? അതുകൊണ്ട് തന്നെ ലേഡി ഗാഗ എന്നെഴുതി ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ ഒരു ഒഫീഷ്യൽ ഒരു സിഗ്നേച്ചർ തന്നെ ബീച്ചിൽ പതിപ്പിച്ചു. അതിനുശേഷം നടന്നൊരു സ്വീറ്റ് മൊമെൻ്റാണ്. ഉടനെ തന്നെ തിരമാലകൾ അതിനെ തട്ടിത്തലോടിപ്പോയി. നൈസ് ഷോട്ട് എന്നൊക്കെ പറയില്ലേ, അത്ര തന്നെ, അതാണ് അവിടെ തോന്നിയത്. അതിനുശേഷം ബീച്ചിൽ ഞങ്ങൾ ഭയങ്കര ചെറിയ കുട്ടികളായിട്ട് മാറിയായിരുന്നു. അത് നമ്മൾ ചെറിയ കുട്ടികളായിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ബീച്ചിലൊക്കെ പോയി ഓടിക്കളിക്കുക അങ്ങനത്തെ ഒരു ഫ്രെയിമൊക്കെ കിട്ടില്ലേ. അപ്പോൾ ഞങ്ങൾ കുറേ വർഷം പുറകിലോട്ട് പോയതുപോലെ ആയിപ്പോയി. കുറേ നേരം കുട്ടികളെ പോലെ മണ്ണൊക്കെ കൂട്ടി
കളിക്കുക, പിന്നെ ഓടുക, ഇറങ്ങിക്കളിക്കുക, എന്തൊക്കെയാണോ ചെയ്യാമോ അങ്ങനത്തെ എല്ലാ വേലത്തരവും ഞങ്ങൾ അവിടെ കാണിച്ചു. അങ്ങനെ കുറേ നേരം ചില്ല് ചെയ്തതിന് ശേഷം എന്താ വീട്ടിൽ നിന്ന് വിളി വന്നപ്പോഴത്തേക്ക് വീട്ടിലോട്ട് പോകാനല്ലേ ഒരു മാർഗ്ഗമുള്ളൂ. അതുകൊണ്ട് തന്നെ ബസ് കയറി അങ്ങ് വീട്ടിലോട്ട് പോയി. ഇനി അടുത്ത ഒരു ഔട്ടിങ്ങിനും ട്രിപ്പിനുമായിട്ട് കാത്തുകൊണ്ട് ഞാൻ വിട പറയും. അപ്പോൾ ബൈ ബൈ.